ഹായ് കുഞ്ഞുങ്ങളെ, റിമൈൻഡർ ഓഫ് ഡിവിഷൻ ബൈനോമിയൽ തിയറവുമായി വീണ്ടും PS നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ n റൈസ് ടു k ഈസ് ഡിവിസിബിൾ ബൈ p? എന്നിൻ്റെ പവേഴ്സ് എഴുതുക, പിയുടെ മൾട്ടിപ്പിൾസ് എഴുതുക, കണക്ട് ചെയ്യുക ബൈനോമിയൽ തിയറവുമായിട്ട്. ഇതിൻ്റെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എമംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് JEE മെയിൻ 2023 JEE മെയിനിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓഫ് ഡിവിഷൻ ആണ്. എമംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു നോക്കിക്കോളൂ. 2023 റൈസ് ടു 2022 മൈനസ് 1,999 റൈസ് ടു 2022 ഈസ് ഡിവിസിബിൾ ബൈ 8. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നോക്കാം. ഇത് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒന്ന് ചെയ്യാൻ നോക്കാം. S1. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. നോക്കൂ, A² മൈനസ് B² എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. A മൈനസ് B ഇൻറ്റു A പ്ലസ് ബി. അതേപോലെ A³ മൈനസ് B³ നമുക്കറിയാവുന്ന കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. A മൈനസ് B ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B². ഇതേപോലെ നമുക്ക് A⁴ മൈനസ് B⁴ നമുക്ക് എഴുതാൻ പറ്റും. അതായത് A മൈനസ് B ഇൻറ്റു A³ പ്ലസ് A² B പ്ലസ് AB² പ്ലസ് B³ നമുക്ക് എഴുതാൻ പറ്റും. അത് എഴുതുന്ന ഒരു പാറ്റേൺ ഉണ്ട്, കണ്ടോ? A⁴ ആകുമ്പോൾ എൻ്റെ പവർ 3ൽ തുടങ്ങി, പിന്നെ ഓരോന്ന് കുറഞ്ഞ് അതേപോലെ തന്നെ ബീൻ്റെ പവർ ഓരോന്ന് കൂടി B³ വരെ എത്തും. അതിനൊരു പാറ്റേൺ ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നമുക്ക് A⁻n മൈനസ് B⁻n നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് ആദ്യം നമുക്ക് വരിക A മൈനസ് B ആണ്. ദെൻ ഇവിടെ എന്തോ ആവട്ടെ, അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, A⁻n മൈനസ്, കണ്ടോ, ഇതിലെല്ലാം A-B ഉണ്ട്. A-B ഇൻറ്റു സംതിങ് എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവുക, A⁻n മൈനസ് B⁻n ഈസ് divisible by A-B, divisible by A-B for all positive integers. ശരിയല്ലേ? എല്ലാ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിലും A⁻n മൈനസ് B⁻n എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എന്താണ്? A-B ആണ്. വായിച്ചു നോക്കൂ, ക്ലിയർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ഡൗട്ട് വന്നിട്ടുണ്ടാവും, സാറേ ഇത് A⁻n പ്ലസ് B⁻n ആണെങ്കിലോ? അത് ശ്രദ്ധിക്കണം നമ്മൾ. A⁻n പ്ലസ് B⁻n ആണെങ്കിൽ ഈസ് ഡിവിസിബിൾ ബൈ A പ്ലസ് ബി ആണ്, ബൈ A പ്ലസ് ബി ഫോർ ഓൾ, ശ്രദ്ധിച്ചേ, പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. A⁻n പ്ലസ് B⁻n ഡിവിസിബിൾ ബൈ A പ്ലസ് ബി എപ്പോഴാണ്? ഫോർ ഓൾ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പം അത് ഓഡ് ഇൻറ്റീജേഴ്സിലെ സാറ്റിസ്ഫൈ ചെയ്യും. അതിന് കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ഒരു പാറ്റേൺ എഴുതി ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഈ കാര്യം സിലബസിലുള്ളതാണോ എന്നൊന്നും ചോദിക്കരുത്. പക്ഷേ ഇത് ഒരുപാട് പ്രോബ്ലത്തിൽ ഈ കാര്യം നമുക്ക് യൂസ്ഫുൾ ആണ്, മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. A⁻n മൈനസ് B⁻n ഈസ് ഡിവിസിബിൾ ബൈ divisible by A-B ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പക്ഷേ A⁻n പ്ലസ് B⁻n ആണെങ്കിൽ ഓഡ് ഇൻറ്റീജേഴ്സിന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കി വെച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഇത് കണ്ടോ, 2023 റൈസ് ടു 2022. മക്കളെ, ഇത് A⁻n മൈനസ് B⁻n ആണ്. n എന്താണ്? n ഏത് പോസിറ്റീവ് ഇൻറ്റീജറിലും അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ എന്താണ്? ഡിവിസിബിൾ ബൈ A-B ആണ്. ഡിവിസിബിൾ ബൈ A-B എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, വാട്ട് ഈസ് A-B? 2023 മൈനസ് 199
അല്ലേ, എ മൈനസ് ബി. അപ്പൊ അത് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി. ഇത് എത്രയാ? 24 ആണ് അല്ലേ. അപ്പൊ ഈ സാധനം എന്തായി മക്കളെ? നോക്കൂ, പ്രത്യേകിച്ച് അത് ബാക്ക് മാറ്റി എടുത്ത് എഴുതുന്നൊന്നുമില്ല. ഈ സാധനം എന്തായി? ഡിവിസിബിൾ ബൈ എ മൈനസ് ബി ആയി. ഡിവിസിബിൾ ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലേ. അപ്പൊ ഡിവിസിബിൾ ബൈ 24 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഡിവിസിബിൾ ബൈ 24 ആണെങ്കിൽ ഡിവിസിബിൾ ബൈ എന്തുമായിരിക്കും? 8 ആയിരിക്കും. കാരണം 24 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കൂ, ആ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, 13 into 13 raised to n minus 12 raised to n is divisible by 144 എന്നാണ്. For infinitely many natural number, n is natural number. അപ്പൊ ഇത് നമുക്കൊന്ന് ബൈനോമിയൽ തിയറത്തിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. 144 ആണ് അവിടെ കേട്ടോ. അപ്പൊ നമുക്കത് 12ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ ഈ 13 നമുക്ക് എന്ത് എഴുതാം? 1 + 12 ഹോൾ റൈസ് ടു n മൈനസ് 12n മൈനസ് 13 ഞാൻ എഴുതി. ഇനി ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരു 13 ഇൻറ്റു എന്നുണ്ട്, അത് ഞാൻ വിട്ടുപോയി, ഇവിടെ 13 എഴുതുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്തു? 13 ഇൻറ്റു, ഇനി ഇത് ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടേം 1 ആണ്, 1 പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? NC1 12 ആണ്, പ്ലസ് NC2 12 സ്ക്വയർ. ഇങ്ങനെ പോയി, ഞാനത് കംപ്ലീറ്റ് ഒന്നും എഴുതുന്നില്ല. 12 റൈസ് ടു n എന്നാണ്, മൈനസ് 12n മൈനസ് 13 ആണ്. റെഡി അല്ലേ? ഇനി നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള എല്ലാ ടേമിലും 12 സ്ക്വയർ ഉണ്ട്. 12 സ്ക്വയർ ഈസ് 144. അപ്പൊ ഈ ടേമുകളെല്ലാം എന്താണ്? ഡിവിസിബിൾ ബൈ 144 ആണ്. പിന്നെ ബാക്കി വരുന്നത് എന്താ? 13 പ്ലസ് എത്രയാ വരിക? NC1 എന്താ? n ആണ്. അപ്പൊ 13n ഇൻറ്റു 12 മൈനസ് 12n മൈനസ് 13നും 13 എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. നമുക്കിതിന് വേണമെങ്കിൽ 13 ഇൻറ്റു 12 ചെയ്യാം. 13 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 156n മൈനസ് 12n. യെസ്, 144n. n എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ 144 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 144. ഇൻഫിനിറ്റ്ലി മെനി n. അപ്പൊ എന്നിന് ഏത് നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിലും ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസിന് അത് ഡിവിസിബിൾ ആണ്, ഡിവിസിബിൾ ബൈ 144. യെസ്, ഓപ്ഷൻ 2 അല്ല സോറി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ ബോത്ത് S1 ആൻഡ് S2 ആർ കറക്റ്റ്, ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഡിവിസിബിൾ അതായത് റിമൈൻഡർ ഓഫ് ഡിവിഷനിൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ കടന്നു പോകണം. മക്കളെ അധികം സംസാരിക്കുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തുകൊണ്ടുവരാൻ വേറൊരു കാരണമുണ്ട്. ഇപ്പം ഞാൻ തൊട്ട് മുന്നേ ഒരു കോൺസെപ്റ്റ് നിങ്ങളോട് പറഞ്ഞു, അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി എന്നാണ്. അത് എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ ഫോമിലല്ല. അങ്ങനെയാണെങ്കിൽ സാറ് രണ്ടാമത് പറഞ്ഞ കാര്യം ഇതിൽ എന്താ പറയുക, അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു സാർ രണ്ടാമത് പറഞ്ഞത്? എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? എ പ്ലസ് ബി. എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ n എന്തായിരിക്കണം? n എന്തായിരിക്കണം? ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. പക്ഷേ ആ n ഇവിടെ സെയിം അല്ല. കണ്ടോ, 2022 2021. അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഈ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ 2021 ആണ്. കണ്ടോ, 2021 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആ രണ്ട് ഐഡിയാസും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നിൻ്റെ പവറുകൾ എഴുതുക, പിന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. ഈ 2021 പവറുകളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റുകയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? 2021 നമുക്ക് ഒരു 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണമുണ്ട്, അവിടെ 7 ആണ് കേട്ടോ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ 288 വരും. റിമൈൻഡർ 5 ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കണേ, റിമൈൻഡർ 5 ആയിരിക്കും. അപ്പൊ 2021 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 ആണെങ്കിൽ ഇനി ഡിവിഷന്റെ ആവശ്യമില്ല. 2022 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, പരിപാടി കഴിഞ്ഞു എന്നല്ല, ഇനി നേരെ ഇതിലേക്ക് വരും. 2021 എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലായി 7 × 288 + 5 ഹോൾ റൈസ് ടു
2022 അല്ലേ നോക്കിയേ പ്ലസ് 2022 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 288 പ്ലസ് 6 അല്ലേ റിമൈൻഡർ അവിടെ റൈസ് ടു 2021 ആണ്. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ എല്ലാ ടേമിലും എന്തുണ്ടാവും 7 ഉണ്ടാവും. ഏതിലൊഴികെ? ലാസ്റ്റ് ടേമിലൊഴികെ. കണ്ടോ, ഇതിങ്ങനെ എഴുതാൻ പഠിക്കണം. അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. മനസ്സിലാവാത്തവർ എൻ്റെ മുന്നിൽ ഉള്ള വീഡിയോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ടേമിലും എന്തുണ്ടാവും 7 ഉണ്ടാവും. 7ന്റെ മൾട്ടിപ്പിൾ ആണ് ഏത് ടേമിലൊഴികെ? ലാസ്റ്റ് ടേമിലൊഴികെ. ലാസ്റ്റ് ടേം ഏതാ? 6 റൈസ് ടു 2021 ആണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും 5ന്റെ പവറുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പവർ തന്നെ 5 ആണ്. 5 റൈസ് ടു 1. 7ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തത് നമുക്ക് 7 എടുക്കാം. അപ്പോൾ നമുക്ക് 5നെ സുഖമായിട്ട് 7ലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 7 മൈനസ് 2 ഹോൾ റൈസ് ടു 2022 പ്ലസ് സിമ്പിൾ 7 മൈനസ് 1 ഹോൾ റൈസ് ടു 2021 ആയല്ലോ. അപ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടേമിലും 7 ഉണ്ടാവും. ഏത് ടേം ഒഴികെ? ലാസ്റ്റ് ടേം. ഏതാ ലാസ്റ്റ് ടേം? മൈനസ് 2 റൈസ് ടു 2022 പ്ലസ് കണ്ടോ എഴുതി വരുന്നുണ്ടോ? ലാസ്റ്റ് ടേം ഏതാ? മൈനസ് 1 റൈസ് ടു 2021. റെഡി? നമുക്ക് ഈ മൈനസ് 2 റൈസ് ടു 2022 ഈവൻ പവറുകളായതുകൊണ്ട് ഈ മൈനസ് ഒഴിവാക്കാം. ഇവിടെ തന്നെ മായ്ക്കുന്നുണ്ട്. ഇനി വേറെ സ്റ്റെപ്പ് പോയി 2 റൈസ് ടു 2022. ഇനി എന്താണ്? 2ന്റെ തേർഡ് പവർ എന്താ? 8 ആണ്. 8 എന്ന് പറയുമ്പോൾ 7ന്റെ തൊട്ടടുത്ത നമ്പറായി 8 മൈനസ് 1 ഹോൾ റൈസ് ടു 2022 പ്ലസ് ഇതെന്താ? നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇത് -1 ആണ് അല്ലേ? ഇനി ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ടേമിനും സോറി നമ്മൾ 2 ക്യൂബ് 8 7. ഓക്കെ, 8 മൈനസ് 1 റൈസ് ടു 2022. അപ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ഡിവിസിബിൾ ബൈ 7 അല്ലേ? 2 ക്യൂബ് 8 ആണ് അല്ലേ? അപ്പോൾ ഇത് എഴുതുമ്പോൾ 2 ക്യൂബ് 8. അപ്പോൾ 8 എഴുതുന്ന സമയത്ത് 7 പ്ലസ് 1 ഹോൾ റൈസ് ടു 2022. ഓക്കെ, n റൈസ് ടു kനെയാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ഓഫ് 7ലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാ ടേമിലും 7 ഉണ്ടാവും. അതായത് ഡിവിസിബിൾ ബൈ 7 ആണ്. ഏത് ടേമിലേക്ക്? 1 റൈസ് ടു 2022 അല്ലേ? -1 റൈസ് ടു 2022 1 ആണെന്ന് നമുക്കറിയാം. 1 പ്ലസ് -1 ദാറ്റ് ഈസ് 0. യെസ്, എവിടെ 0? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പം ഞാൻ ഇതിൽ 2 വെറൈറ്റി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതേപോലെയുള്ള കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് റിമൈൻഡർ ഓഫ് ഡിവിഷൻസിലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.